ഹലോ അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്ന് നമ്മളെ പെരീക്ക് വയനാട്ടിൽ നിന്ന് ഒരു ഫാമിലി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സന്തോഷമാണ്, അതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ അപ്പങ്ങളൊക്കെ ചുട്ടുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാൻ ഞാൻ അപ്പം മാത്രമേ ഉണ്ടാക്കണുള്ളൂ, അല്ലാതെ ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണില്ല. അത് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ചക്കപ്പം വേണം, ഇനി വേണമെങ്കിൽ നിങ്ങൾ ഉണ്ണിയപ്പം നെയ്യപ്പം അതും ചുട്ടോളി, ചായ കുടിച്ചേക്ക് ഞങ്ങൾ പോരെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ അവർ വരിക. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം എനിക്ക് വേറെയുള്ള പണികളൊക്കെ എടുക്കാൻ കേട്ടോ, എന്നാലേ ഇപ്പോൾ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ വണ്ടൂരിൻ്റെ ഒരു കസാവേ പാരഡൈസ് പറഞ്ഞിട്ടൊരു ഫാം ആൻഡ് റിസോർട്ടൊക്കെ, അപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങോട്ട് വരുമ്പോൾ അവിടുന്ന് തിരിച്ച് പോകുമ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളെ കുഞ്ഞു സ്വർഗ്ഗമൊക്കെ കണ്ടിട്ട് ഇവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിരിക്കണ്. അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ. അപ്പോൾ ഈ നെയ്യപ്പം ചൂടണം, നല്ല സൂപ്പറായിട്ട്. നെയ്യപ്പം ഒരു ചൂടാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, താത്ത ഞങ്ങൾക്ക് കട്ടൻ ചായയും ചക്കപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഠിച്ചവൻ എത്തിച്ചിട്ട് ഞാൻ ചക്ക വരകിയത് കുറച്ച് ഇവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ തീർന്നിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ എന്താണെന്നറിയാം, കറുമത്തി ഉണ്ടല്ലോ, കറൂത്ത, അത് നമ്മൾ കാബേജ് ഉപ്പേരി ഉണ്ടാക്കും പോലെ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ നല്ലോണം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് കറുമൂസ ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇപ്പം തീയിനൊക്കെ കത്താൻ ഭയങ്കര മടിയാണ്, മനുഷ്യന്മാരെ മാതിരി മടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തീയിനും അടുപ്പിനൊക്കെ. അപ്പോൾ കറുത്ത ഇങ്ങനെ ഉപ്പേരി വെക്കുമ്പോൾ നമ്മൾ സൂപ്പറായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് കുട്ടികളൊക്കെ കഴിക്കണമെങ്കിൽ, ചില മക്കൾക്കൊന്നും കറുത്ത ഇഷ്ടമല്ല അല്ലേ, കറുമൂസ ഇഷ്ടമല്ല, പക്ഷേ മക്കൾ കഴിക്കേണ്ട രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഈ കറുമൂസ ഉപ്പേരി ഉണ്ടാക്കുന്നത് കേട്ടോ. കടുകും കറിവേപ്പിലയൊക്കെ പൊട്ടിച്ച് നാളികേരമൊക്കെ ഇതിൻ്റെ മുകളിൽ ചതച്ചിട്ടിട്ടുണ്ട്, പച്ചമുളകും നാളികേരം ചതച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് ഉപ്പൊക്കെ പാകത്തിനിട്ടിട്ട് തട്ടിപ്പൊത്തി അങ്ങോട്ട് ആവിയിൽ അങ്ങോട്ട് വേവിച്ചാലുണ്ടല്ലോ നമ്മളെ കറുത്ത ഉപ്പേരി നല്ല സൂപ്പറായിട്ട് ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. നമുക്ക് ആ ടേസ്റ്റ് മാത്രമല്ല, നമ്മളെ കറുത്തൊക്കെ കഴിക്കുന്നത് നമ്മളെ ശരീരത്തിനും നല്ലതാണ്, വിഷടാത്ത പച്ചക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ കറുത്ത എന്നൊക്കെ പറയുന്ന ഈ സാധനം കഴിച്ചുകൊണ്ട് കറി വെച്ചും കഴിക്കാം. പിന്നെ അത് മോര് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കറുത്ത ചെറുതായിട്ട് മുറുക്കിയിട്ട് നമ്മൾ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് വെച്ച് മോര് പാർന്ന് കടുക് കറുകി നാളികേരമൊക്കെ അരച്ചിട്ട് അങ്ങനെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുമ്പളങ്ങാക്കറി വരെ കുമ്പളങ്ങാക്കറിൻ്റെയിലേറെ ടേസ്റ്റിൽ നമുക്ക് കറുത്ത കറിയും വെക്കട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉപ്പേരി ഞാൻ നല്ല പോലെ ഇളക്കി കൊടുക്കും. ഇതിൽ വെള്ളം ഇറങ്ങി വരും കേട്ടോ. നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, കാരണം ഗ്രേറ്റ് ചെയ്തൊന്ന് പിഴിഞ്ഞെടുത്താൽ തന്നെ ഇതിൽ നിന്ന് വെള്ളം കിട്ടും. അത്രയും വെള്ളമുള്ളൊരു സാധനമാണ്, ജലാംശം നല്ല ഉള്ളൊരു പച്ചക്കറിയാണ് കേട്ടോ കറുത്ത എന്ന് പറയുന്നത്. ഇതൊക്കെ കഴിച്ചാൽ ഇതുപോലെ തന്നെയാണ് നമ്മളെ ശരീരവും, നമ്മളെ ശരീരത്തിലുള്ള ജലാംശം നിലനിർത്താനും ഒക്കെ പറ്റും കേട്ടോ. പിന്നെ അതിലിടയ്ക്ക് എനിക്ക് ചോറുണ്ടാക്കണം. ആദ്യം ഞാൻ കറുത്ത ഉപ്പേരിയാണ് ഉണ്ടാക്കിയത്. കണ്ടോ, അരി റേഷൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിലുണ്ടല്ലോ ഒരു വെളുത്ത അരി, ഇത് കേടാണെന്ന് ആരും കരുതണ്ട കേട്ടോ. അപ്പോൾ അതൊക്കെ ശുദ്ധീകരിച്ചിട്ടൊക്കെ ഉള്ള അരിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴുകുമ്പോൾ പൊന്തിപ്പോവും, അപ്പോൾ അത് കളയാൻ പാടില്ല, ആ അരി വെച്ച് തിന്നണമല്ലോ. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉള്ള അരിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മളിത് കഴുകുമ്പോൾ 1, 2, 3, 4 മണിയൊക്കെ അതിൽ നിന്ന് ഒലിച്ച് പോകും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കിടക്കുന്ന അരിയൊക്കെ ഉണ്ടല്ലോ, പച്ചരി പോലെയുള്ള അരി. അപ്പോൾ അത് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാം വയ്യ. അപ്പോൾ കുറച്ച് നേരത്തെ വരെ എൻ്റെ മനസ്സിൽ അതിൻ്റെ പേരുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തിട്ടുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങണ അരി, ഏത് കടയിൽ നിന്ന് വാങ്ങണ അരി നല്ലപോലെ തിരുമ്മി കഴുകി ഒരു 4, 5, 6 പ്രാവശ്യം കഴുകിയിട്ട് വേണം ഇതിത്തെ കല്ലും തരിയും നെല്ലും ഒക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ ചോറ് വെള്ളത്തിൽ ഇട്ടുകൊടുക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ കൈ കണ്ടോ പൊള്ളിയതാണ് കേട്ടോ, അത് ചട്ടീൻ്റെ വക്കത്ത് അങ്ങോട്ട് തട്ടി ചീന്നാണ് പറഞ്ഞു, കൈ പൊള്ളി. അപ്പം അതിൻ്റെ ഒരു നീറ്റലും ഉണ്ട്. പിന്നെ ഇന്നലെയാണ് പൊള്ളിയതെങ്കിലും ഇപ്പോഴും നീറ്റലുണ്ട്. ഇന്നലെ വൈകുന്നേരമാണ് പൊള്ളിയത് കേട്ടോ.
അപ്പോൾ ഇപ്പോഴും ഉണ്ടൊരു നീറ്റൽ. അപ്പോൾ ഞാൻ അരി ഇടുകയാണ്. അരി ഇട്ടിട്ട് അരിയും വെന്തിട്ട് പിന്നെ മാന്തൾ കൊണ്ടു നിൽക്കണം. അതുകൊണ്ട് കറി ഉണ്ടാക്കണം. അഥവാ ഒരു ഉച്ചക്ക് ചോറിന് വരുമോ? വരാനൊന്നും സാധ്യതയല്ല. ഇനിയിപ്പോൾ എന്തായാലും വരികയാണെങ്കിൽ ചിക്കനും ഇറച്ചിയൊന്നും വാങ്ങിയിട്ടില്ല. കാരണം അവർ ചോറ് ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. തങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള ബേക്കറി എന്തെങ്കിലും ഉണ്ടോ, ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു. അതിന് പറഞ്ഞാൽ എനിക്കൊന്നും ഇഷ്ടമല്ലായിരുന്നു. അത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാകുമല്ലോ അത് പറയും. ഞങ്ങൾക്ക് വരുമ്പോൾ വാങ്ങാനാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമല്ല, എല്ലാം ഇഷ്ടമാണെന്ന് പറഞ്ഞു. എല്ലാ ഫ്രൂട്ട്സും എനിക്കിഷ്ടമാണ്, എല്ലാ ബേക്കറി എനിക്കിഷ്ടമാണ്. എനിക്കിഷ്ടമില്ലാത്തതൊന്നുമില്ല. ഇന്നങ്ങോട്ട് കഴിക്കാത്തതെല്ലാം ഞാൻ കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതാ ചക്കപ്പം ചുടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പൊടണിൻ്റെ ഇല വെട്ടിക്കൊണ്ടുവന്ന് അതിൽ പൊതിഞ്ഞ് പരത്തി ആവിയിൽ വേവിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം ഒരു നാഴി അരി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് ഇടിച്ച് തരിച്ച് നല്ല നമ്മളെ സോഫ്റ്റ് പൊടി കൊണ്ടാണ് ഈ ചക്കപ്പം ചുടുന്നത് കേട്ടോ. നമ്മളെ പത്തിപ്പൊടി കൊണ്ട് ചുട്ടാൽ നമ്മളെ ചക്കപ്പം ഒരു ബലം വരും. ഇതിപ്പോൾ ഇനി പിന്നെ വൈകുന്നേരമാണ് കഴിക്കണിച്ചെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നിൽക്കും. അതെന്താണെന്നറിയോ? ഇടിച്ച പൊടി, നമ്മൾ ഉരലിൽ ഇടിച്ച പൊടി ചേർത്തതുകൊണ്ട് മാത്രമാണ് ഇത് സോഫ്റ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടപ്പോൾ തന്നെ കണ്ടില്ല, നല്ല സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല പഴുത്ത ചക്കൻ്റെ മണം വരുന്നുണ്ട്. മണം മാത്രമല്ല, ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാൻ നാളികേരക്കൊത്തും ഏലക്കാപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതിമ്മ കൂടിയതുകൊണ്ട് ഇനിയിപ്പോൾ നെയ്യപ്പം ചുടണം. നെയ്യപ്പത്തിന് മാവ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കുറേ ചാനലിൽ ഇട്ടതാണ്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സ് ആയിട്ട് വീഡിയോ ഇട്ടോ. നെയ്യപ്പം നല്ലോണം പൊങ്ങി വരണ നെയ്യപ്പമാണ്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് അരി അരച്ച് നെയ്യപ്പം ചൂടാൻ പറ്റണ ഒരു റെസിപ്പിയാണ്. നെയ്യപ്പത്തിൻ്റെ റെസിപ്പി അറിയണത് കേട്ടോ. അപ്പോൾ ഞാൻ നേരം ഒഴുകുമെന്ന് വിചാരിച്ചിട്ടാണ് ഗ്യാസുമ്മ ഈ മാന്തള മീൻ വറ്റിക്കണത് കുറഞ്ഞ ചാറിൽ. ഇതാണ് ഇന്നത്തെ കറി കേട്ടോ. അപ്പോൾ ഈ മീനിൻ്റെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അറിയാം. സാധാരണ എല്ലാവരും വെക്കും പോലെ തന്നെയാണ് കേട്ടോ. ഇതിൽ ഞാൻ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളി അധികം ഇട്ടിട്ടുണ്ട്. കാരണം ഈ മാന്തള മീനിനൊരു ചൊവ്വയാണല്ലോ. ആ ചൊവ്വ പോകണമെങ്കിൽ നല്ലോണം പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇടണം. അപ്പോഴുള്ളൂ മാന്തള മീനിൻ്റെ കറിക്കും ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ ചട്ടകം കൊണ്ട് ഇങ്ങനെ താത്തി കൊടുക്കുകയാണ്. ഒരുപാട് ചാറായാൽ രസം ഉണ്ടാവില്ല. പിന്നെ ഈ മീൻ എല്ലാ മീനിൻ്റെയും പോലെയല്ല, വെന്ത് ഇങ്ങോട്ട് വരുമ്പോൾ കഷ്ണത്തിൽ വലിപ്പം കൂടും കേട്ടോ. വലിയ കഷ്ണമായിട്ട് മാറും. ഇപ്പം നമ്മൾ അടുപ്പത്ത് ഇടുമ്പോൾ കുഞ്ഞ് കഷ്ണമാണ്. വെന്ത് വരുമ്പോൾ കാണാതെ ചീർത്ത് ഇങ്ങോട്ട് വലുതായി ഇതിമൊക്കെ ഒരുപാട് ഇറച്ചിയൊക്കെ ഉള്ള പോലെ തോന്നും. അതിൻ്റെ തോന്നലൊന്നുമല്ല, അങ്ങനെ തന്നെയാണ് മാന്തള മീൻ കേട്ടോ. വേവുമ്പോൾ അതിന് വേണ്ടി നമ്മൾ പൊരിച്ചെടുക്കുകയാണെങ്കിലോ അങ്ങോട്ട് ചുങ്ങി പോവുകയും ചെയ്യും. അങ്ങനെയാണ്. ചാറിൽ കടന്ന് വെന്താൽ വലിയ കഷ്ണമായി മാറും, പൊരിച്ചെടുത്താൽ ചുങ്ങിപ്പോവും. അപ്പോൾ മാന്തള മീൻ നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയാണ്. കുഞ്ഞാണിയാൾക്ക് ഈ പച്ച മാന്തള നല്ല ഇഷ്ടമാണ് കേട്ടോ. പൊരിക്കണിയിലേറെ ഇഷ്ടം ഇങ്ങനെ വറ്റിച്ചാലാണ് കേട്ടോ. മുളകിടുന്ന പോലെ വറ്റിച്ചാലാണ്. അപ്പോൾ ഇതാ വാങ്ങി വെച്ചിട്ടും തീ ഓഫാക്കിയിട്ടും കണ്ടില്ലേ നല്ലോണം തിളക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇനിയാണ് നെയ്യപ്പം ചൂടുകയാണ് കേട്ടോ. അപ്പോൾ നെയ്യപ്പം നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇത് നമ്മൾ ശർക്കര ഉരുക്കി ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ അരി അരക്കുക. ചെറിയ ശർക്കര വെള്ളത്തിൽ അരക്കുക. അപ്പോൾ അരക്കുമ്പോൾ നമ്മൾ 2 ഏലക്കായും കൂടി ഇട്ട് അരക്കണം. എന്നിട്ട് നമ്മളിതിൽ പാകത്തെ കുറുന്നലിൽ ഒരു പാത്രത്തേക്ക് ഒഴിവാക്കി കൊടുക്കുക. കുറച്ച് മൈദയും കൂടെ ഇട്ട് ഇളക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടായ നിമിഷം ചുട്ടെടുക്കട്ടോ. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇനി റെസ്റ്റ് ചെയ്യാതെ ചൂടുള്ള ശർക്കര വെള്ളത്തിൽ ഇട്ടിട്ട് പിന്നെ അരച്ചിട്ട് ചുടും ചെയ്യട്ടോ. പിന്നെ കുഞ്ഞാണിയാൾക്ക് എമ്മിക്കുട്ടനുണ്ട് അവിടെ വീഡിയോ എടുക്കാൻ പോകണം എന്നാണ് നിൽക്കുന്നത്. അപ്പോൾ എമ്മിക്കുട്ടൻ ഉണ്ടായപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ. എമ്മിക്കുട്ടന് ഇഷ്ടമുള്ള വീഡിയോ ആണ് കേട്ടോ, ചക്കടുന്ന വീഡിയോ. അപ്പോൾ അവർ വരുന്ന ആൾക്കാർക്ക് ഇടിച്ചക്ക വേണമെന്ന് പറഞ്ഞു. അവർക്ക് ഇടിച്ചക്ക കൊണ്ടുപോകാൻ അവരുടെ നാട്ടിൽ ചക്ക ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 1-2 ചക്ക ഇടാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ പോവാൻ നിൽക്കുകയാണ് കുഞ്ഞാണിയാക്കി എമ്മിക്കുട്ടനും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ നെയ്യപ്പം നല്ല സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വന്നതുകൊണ്ട് ഞാൻ നെയ്യപ്പം ചുട്ട് തരും കേട്ടോ.
നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് സോഫ്റ്റായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ നെയ്യപ്പത്തിൻ്റെ ഷോർട്സ് വീഡിയോയും ഞാൻ ഇടും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ മാതിരി തന്നെയാണ് നെയ്യപ്പത്തിന് നമുക്ക് പെട്ടെന്ന് തന്നെ അരി കുതിർത്ത് 10 മിനിറ്റിനുള്ളിൽ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് നെയ്യപ്പം. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ണിയപ്പച്ചട്ടിയിൽ ചുടുകയാണെങ്കിൽ ഉണ്ണിയപ്പമായിട്ട് കൊടുക്കുക, നെയ്യപ്പച്ചട്ടിയിൽ ചുടുകയാണെങ്കിൽ നെയ്യപ്പമായിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയുള്ള ഒരു അപ്പമാണിത്. അപ്പോൾ നെയ്യപ്പം എന്ന് പറയുന്നത് നമ്മളെ ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ചുടുകയാണ് കേട്ടോ. പിന്നെ ചായക്ക് ഇത് തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ. നല്ല നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം എണ്ണയിൽ ചുട്ടെടുത്തതാണ്. പക്ഷെ ശരിക്കും നാച്ചുറൽ എന്ന് പറയാൻ പറ്റും. എന്ത് ചക്കപ്പം. ചക്ക പറിച്ചാലേ ഇടിച്ചക്ക പറിച്ചാൽ ഞങ്ങൾ രണ്ടാളും പോകുന്നതാണ് അല്ലേ. ഇപ്പൊ കാര്യങ്ങൾ ഇടട്ടെ. മാമച്ചിൻ്റെ അടുത്ത് പോയിക്കോ കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ അവർക്ക് കൊണ്ടുപോകാനുള്ള ചക്ക ഇടുകയാണ് കുഞ്ഞാണിയൊക്കെ അതിൻ്റെ മുകളിൽ കയറിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരണം. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ നാടൻ വിഭവങ്ങളുടെ റെസിപ്പികളും കാര്യങ്ങളും അറിയണമെങ്കിൽ നമ്മുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓൾ എന്ന ഓപ്ഷൻ അമർത്തി ബെല്ലൈക്കണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം ഏമിക്കൂട്ടം ഇപ്പം മരത്തമ്മ കയറിയിട്ട് മങ്കി എന്ന് പറയുന്നുണ്ട്. മങ്കി എന്ന് പറയുന്നുണ്ട്. പിന്നെ മങ്കികളാണല്ലോ മരത്തമ്മ കയറാന്നുള്ളൊരു ഇതാണ് കുട്ടികൾക്ക്. അപ്പോൾ ഇപ്പം മങ്കിൻ്റെ മാതിരി കയറുന്നുണ്ടെന്നൊക്കെ അവിടുന്ന് പറയുന്നുണ്ട് കേട്ടോ. അവർ ഭയങ്കര ഇഷ്ടമാണ് മരത്തമ്മ കയറുന്നത് കാണാൻ. അപ്പോൾ ഇടിച്ചക്ക ഇട്ടിട്ട് അവർക്ക് കൊടുക്കണം. 1-2 ചക്ക കൊടുത്ത് വിടണം. അപ്പോൾ കിട്ടാത്തവർക്കാണ്. അപ്പോൾ നമ്മളെ പറമ്പ് അല്ലെങ്കിലും അവരോട് സമ്മതം ചോദിച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ഇടുന്നത്. നമ്മളെ ഇഷ്ടത്തിനൊന്നും അല്ല കേട്ടോ, ചോദിച്ചിട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ അതാ കുഞ്ഞാണിയൊക്കെ ചക്കയും കൊണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് കൂട്ടുകാരെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. പുതിയ കൂട്ടുകാരെങ്കിലും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്ന് ഗസ്റ്റ് വരും, അവർക്കും വേണ്ടിയിട്ടാണ് ഈ ചക്ക ഇടുന്നത്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഉണ്ടോയെന്ന് ചോദിച്ചു. കട്ടുകറി എവിടെ എനിക്ക് ഇഷ്ട ചക്ക. ഓ പിരിച്ചു നോക്കട്ടെ കേട്ടോ. പൊന്തുണ്ടോ? എനിക്ക് പൊന്തുണ്ടല്ലോ. എങ്ങനെയുണ്ട്? സൂപ്പർ ചക്ക. ഏമിക്കുട്ടന് ചക്ക പഴുത്തതാണ് കേട്ടോ ഇഷ്ടം.